ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. 10-15 ദിവസമായി ഞാൻ വീഡിയോയിലൊന്നും അപ്ലോഡ് ആക്കിയിട്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല ഡെങ്കു പനി ഉണ്ടായിന്. ഇപ്പോൾ കുറച്ച് തരക്കേടില്ല, പനിയെല്ലാം കുറവുണ്ട്, കുറച്ച് മേലും കൈയെല്ലാം വേദന ഉണ്ടെന്നേ ഉള്ളൂ. പനിക്ക് തന്നെ മാത്ര കുടിച്ചിട്ടും തോന്നും മീത്തും പിന്നെ മുഖത്തും കൈയും കാലിലെല്ലാം നല്ല അലർജി ആയിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ ചുണ്ടെല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ടായിന്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാസ്ലൈൻ എല്ലാം തേച്ച് ലിബമെല്ലാം തേച്ച് കുറച്ച് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് ഐബ്രോ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ മുഖമെല്ലാം നല്ലോണം വാടിയിട്ടുണ്ടായിന്. ഒരു 2 ദിവസം മുമ്പ് ഞാൻ ഒരു നല്ലൊരു ഫേസ് പാക്ക് ആക്കി ഇടാൻ തുടങ്ങി. പിന്നെ കുറച്ചൊരു മുഖത്തൊരു ബ്രൈറ്റ്നെസ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് നല്ല അരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ചോറിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളം കൂട്ടിയിട്ട് തന്നെ അരിച്ചിട്ടെടുക്കുക, അതാണ് ഒന്നും കൂടി ബെറ്റർ. ഞാനിപ്പോൾ അരിച്ചെടുത്തത് അത്ര നല്ല പാങ്ങായിട്ട് നൈസിൽ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞങ്ങൾ മുഖത്ത് ഇടുമ്പോൾ നല്ല പാങ്ങിൽ നിൽക്കും. എനിക്ക് ഇപ്പോൾ നൈസായിട്ട് അരിച്ചിട്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് അരിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണോളം ഞാൻ തേന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. തേന് അത് കാണുമ്പോൾ എൻ്റെ വായിലെല്ലാം വെള്ളം വന്നപ്പോൾ ഞാൻ കുറച്ച് കുടിച്ച് എന്നിട്ട് പെട്ടെന്ന് പോയി വേറെ സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ റൈസിൽ നല്ല ബെനിഫിറ്റ് ഉണ്ട്. ഞങ്ങളെ സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും അതുപോലെ തന്നെ ഞങ്ങളെ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ആക്കാനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഹനിയിൽ ഞങ്ങളെ സ്കിന്ന് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനും നല്ല ഹെൽപ്പാക്കും. അപ്പോൾ 2 ദിവസമായി ഞാനിത് യൂസാക്കാൻ തുടങ്ങിയിട്ട്. ഇത് 3ാമത്തെ ദിവസമാണ്. എനിക്ക് ഏതായാലും നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് പേഴ്സണലായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ക്രീമും ഫേസ് വാഷും ഇതിനെല്ലാം കായും പരുക്കുന്നുണ്ടാക്കുന്ന DIY ആണ് ഒന്നും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എൻ്റെ ഫേസിലെല്ലാം അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ താഴെയും ഞാൻ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റേ ഞാൻ വെക്കുള്ളൂ. കാരണം കണ്ണിൻ്റെ താഴെ അപ്ലൈ ആക്കി കൊടുക്കുമ്പോൾ നല്ല സെൻസിറ്റീവ് ഏരിയനെ കൊണ്ട് ഫുള്ളായിട്ട് ഡ്രൈ ആയി പോയാലുണ്ടല്ലോ ആ ഏരിയയിൽ ഞങ്ങളിങ്ങനെ സ്ക്രബ് ആക്കുമ്പോൾ ചിലപ്പം അവിടെ ഒരു റെഡ്നെസ് എല്ലാം വരാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റേ വെക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് തണുപ്പുള്ളതിനെ കൊണ്ട് ഈ ഒരു ഫേസ് പാക്ക് ഉണങ്ങി കിട്ടാൻ ഒരു അരമണിക്കൂറിലും സമയമെടുക്കും. പിന്നെ ഞാൻ കണ്ണിൻ്റെ താഴെ തേക്കുന്നതിനെ കൊണ്ട് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ കഴുകി കളയും. ഇതിപ്പോൾ കുറേ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു പകുതി കപ്പെല്ലാം ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഞാൻ എൻ്റെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്നതായിരിക്കും. അവർക്ക് ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ഫേസ് പാക്കെല്ലാം ഞാൻ എൻ്റെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കലുണ്ട്. അതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടൊന്നുമില്ല. നോക്കിയാൽ ഞാൻ 10 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ, ഡ്രൈ ആയിട്ടൊന്നുമില്ല. ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് മുഖം കഴുകിയിട്ട് വരാം. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കത് ശരിയാകുന്നില്ല. അപ്പം ഞാൻ മുഖം കഴുകാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങളുടെ പേരൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഡോങ്കി കൈത എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാല് കുടിച്ചാൽ കുട്ടികൾക്ക് കഫം പിന്നെ ശീതമൊന്നും ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ വിറ്റുകൊണ്ട് വരും. ഇവിടെ ദിവസം വരും. ഒരു ചെറിയ ഗ്ലാസ് പാലിന് കൈതൻ്റെ പാലിന് 200 രൂപയാണ്. നിങ്ങൾ ആടെല്ലാം വരലുണ്ടാന്നുള്ളതൊന്ന് കമൻറ്റാക്കി പറയാം. അപ്പം ഞാനിവിടെ ഒരു ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്കത് പാങ്ങിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് ഇത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. ഞാൻ വെളുത്തിട്ട് പാറുമെന്നൊന്നും പറയില്ല. ഞങ്ങൾ സ്കിന്നിൻ്റെ കളർ ചെയ്തു അത് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടും. നല്ല സോഫ്റ്റ് ആവും. ഞങ്ങളെ സ്കിന്ന് നല്ല റഫല്ലായിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവും. പിന്നെ മെല്ലനെ ഞങ്ങളെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു കറുപ്പ് പാടോ പിന്നെ എൻ്റെ മൂക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കാൻ ചെറുങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള DIYs യൂസ് ആക്കുന്നതിനെ കൊണ്ട് അതെല്ലാം ഒന്ന് റിമൂവ് ആയി കിട്ടുന്നുണ്ട് മെല്ലനെ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇങ്ങനെയുള്ള ഹോം മെയ്ഡ് യൂസ് ആക്കുന്നതിനെ കൊണ്ട് ലേറ്റായാലും ലേറ്റസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. എൻ്റെ പുതിയ ചാനലാണ്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.